ഹലോ എല്ലാവരും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന പാൻ കാർഡും ആധാർ കാർഡും ഉള്ളവർക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പ് 6 ലോൺ ആപ്ലിക്കേഷനാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എടുക്കാൻ പറ്റുന്നതാണ്. RBI അപ്രൂവ്ഡ് ആണ്. അതിനെ പറ്റിയാണ് ഈ പറയുന്നത്. ആപ്ലിക്കേഷൻ ഫസ്റ്റ് വൺ ട്രൂ ബാലൻസ് ആണ്. ഇതിൽ നിന്ന് ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. EMI അടയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ട്രൂ ബാലൻസ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ EMI എത്രയാണെന്ന്. 6435 രൂപയാണ് ടോട്ടൽ അടവ് വരുന്നത്. മന്ത്ലി പേ ചെയ്യേണ്ടത് 2077 രൂപയാണ്. എനിക്ക് 6000 രൂപ റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇത്രയും പേ ചെയ്യേണ്ടി വരുന്നത്. എനിക്ക് 5000 സംതിങ് രൂപയാണ് ക്രെഡിറ്റ് ആയത്. അപ്പം EMI 3 മാസത്തേക്ക് അടച്ച് തീരുമ്പം ഏകദേശം 6435 രൂപ വരും. അതല്ലാതെ ഇത് നമുക്ക് ഫോഴ്സ് ക്ലോസ് ചെയ്യാം. റീപേ ആൾ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ എമൗണ്ടും ക്ലോസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത്രയും എമൗണ്ട് തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. രണ്ടാമത് പറഞ്ഞ ആപ്ലിക്കേഷനാണ് മണി വ്യൂ ആപ്ലിക്കേഷൻ. ഇത് ഓട്ടോ ഡെബിറ്റ് ആണ്. ഇത് ഫോഴ്സ് ക്ലോസിങ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ബട്ട് ഫോഴ്സ് ക്ലോസിങ് ചില കസ്റ്റമേഴ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തത് 20,000 രൂപയായിരുന്നു. കാണാൻ സാധിക്കും ഓട്ടോ ഡെബിറ്റായിട്ട് എല്ലാ മാസവും 5-ാം തീയതി ഓട്ടോ ഡെബിറ്റായിട്ട് ബാങ്കിൽ നിന്ന് പൈസ പിടിക്കും. ഒരു പക്ഷേ ബാങ്കിൽ പൈസ ഇല്ലെങ്കിൽ ബൗൺസ് ചാർജ് ഈടാക്കുന്നതായിരിക്കും. മുടങ്ങാതെ അടച്ചു കഴിഞ്ഞാൽ ഒരു ടെൻഷനും വേണ്ട. ഇതാണ് എൻ്റെ EMI ഡീറ്റെയിൽസ്. ടോട്ടൽ 20,000 റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് 18,000 സംതിങ് രൂപയാണ് ക്രെഡിറ്റ് ആയത്. അപ്പോൾ ടോട്ടൽ അടവ് വരുമ്പം ഇത്രയും എമൗണ്ട് വരും. ഏകദേശം 21,000 സംതിങ് രൂപ എനിക്ക് ടോട്ടൽ അടവ് വരും വിത്ത് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ. ഓട്ടോ ഡെബിറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തെ ലോൺ ആപ്ലിക്കേഷനാണ് ക്രെഡിറ്റ് ബി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതിലും ഞാൻ 20,000 രൂപയാണ് റിക്വസ്റ്റ് ചെയ്തത്. ഇതിൽ ഞാൻ കാണാൻ സാധിക്കും ഞാൻ ഒന്ന് റീപേയ്മെൻറ്റ് ചെയ്തു. 4089 രൂപ ഞാൻ ഈ ഏപ്രിൽ മാസത്തെ റീപേയ്മെൻറ്റ് ചെയ്തു. ടോട്ടൽ എനിക്ക് 5 EMI ആണുള്ളത്. അപ്പം എനിക്ക് ക്രെഡിറ്റ് ആയത് 19,000 രൂപയാണ്. അപ്പം 19,000 രൂപ ക്രെഡിറ്റ് ആവത്തില്ല. പ്രോസസ്സിങ് ഫീസ് അങ്ങനെ കുറേ പൈസ കട്ട് ചെയ്യുമ്പോൾ ഏകദേശം 18,000 സംതിങ് രൂപ നമുക്ക് ക്രെഡിറ്റ് ആവും. പക്ഷേ അടവ് വരുമ്പോൾ നിങ്ങൾ കൂട്ടിയാൽ മനസ്സിലാവും 4089 രൂപ വെച്ച് 5 മാസം അടയ്ക്കണം. എത്ര രൂപ? 21,000 സംതിങ് രൂപ വരും. ഇത്രയും അടച്ചേ പറ്റത്തുള്ളൂ. ഇതിലും ഫോഴ്സ് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അടുത്ത ഒരു ലോൺ ആപ്ലിക്കേഷനാണ് ബ്രാഞ്ച്. ഇത് ഞാൻ ലോൺ എടുത്തിരുന്നു. ഞാൻ എല്ലാം ക്ലോസ് ചെയ്തു. അപ്പം ആദ്യം എനിക്ക് 1500 ആയിരുന്നു. 1500 എടുത്തു കഴിഞ്ഞ് പിന്നെ റീപേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പിന്നെ 2000 ക്രെഡിറ്റ് ആവും. പിന്നെ 3000 അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കൂടെ കാണാൻ സാധിക്കും ഞാൻ ലോൺ എടുത്തതും റീപേയ്മെൻറ്റ് ചെയ്തതും. ലാസ്റ്റ് എടുത്തത് 5000 ആയിരുന്നു. അത് 4000 ആയിരുന്നു. 4400 ഞാൻ അടച്ചു. ഇനി എനിക്ക് അവർ തന്ന ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അപ്ലൈ നൗ എടുത്ത് കഴിഞ്ഞാൽ 8000 എനിക്ക് ലോൺ കിട്ടും. ഈ 8000 ലോൺ കിട്ടുവാണെങ്കിൽ 2 സ്കീമുണ്ട്. 62 ദിവസത്തേക്കുണ്ട്, 120 ദിവസത്തേക്കുണ്ട്. അതനുസരിച്ച് അതിൻ്റെ EMI വ്യത്യാസം വരും. അപ്പം 62 ദിവസത്തേക്കാണെങ്കിൽ 8,540 രൂപ അടയ്ക്കണം. അപ്പം 120 ദിവസത്തേക്കാണെങ്കിൽ 960 രൂപ അടയ്ക്കണം. അപ്പം ഞാൻ എടുത്തിട്ടില്ല. അതാണ് ഒരു ആപ്ലിക്കേഷൻ. അടുത്തതെന്ന് പറഞ്ഞാൽ ഒലീവ് സ്മാർട്ട് കോയിനാണ്. ഇതിൽ നിന്ന് ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 6000 എടുത്തിരുന്നു. ഇനി റീപേയ്മെൻറ്റ് ചെയ്യുന്നത് 2 മാസത്തേക്കാണ്. ആദ്യ മാസം 3113 രൂപ അടയ്ക്കണം. 2 മാസത്തേക്കാണ് അവർ EMI പ്രൊവൈഡ് ചെയ്യുന്നത്. ഓട്ടോ പേ കൊടുക്കാം. റീപേയ്മെൻറ്റ് ആൾ കൊടുക്കാം. ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ലോൺ ആപ്ലിക്കേഷനാണ്. അടുത്തൊരു ആപ്ലിക്കേഷനാണ് കിസാറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇതിൽ ഞാൻ ലോൺ എടുത്തത് 20,000 സംതിങ് രൂപയാണ്. നിങ്ങൾ കാണാൻ സാധിക്കും
ഞാൻ ഏകദേശം 20,000 രൂപ എടുത്തു. ഇത് സ്കീം വരുന്നത് 3 മാസത്തേക്കാണ്. 7,000 സംതിങ് രൂപ വെച്ച് ലോൺ അടയ്ക്കണം. ഫസ്റ്റ് EMI വരുന്നത് മെയ് 14-ാം തീയതിയാണ്. ഈ ക്രെഡിറ്റ് ആയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 18,584 രൂപ. അതിൽ 1,800 പ്രോസസ്സിങ് ഫീസ് പോയി. അപ്പോൾ ഞാൻ ടോട്ടൽ അടയ്ക്കേണ്ട എമൗണ്ട് ഏകദേശം 20,321 രൂപയാണ് ഞാൻ അടയ്ക്കേണ്ടത്. അതല്ല EMI ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ 21,519 രൂപയും, ഫോഴ്സ് ക്ലോസ് ആയിട്ട് അടയ്ക്കുകയാണെങ്കിലും 20,321 രൂപയാണ് അടയ്ക്കേണ്ടത്. അപ്പം പറഞ്ഞു വരുന്നത് ഇതെല്ലാം വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ഇതിൻ്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ എങ്ങനെ ലോൺ എടുക്കുന്നതെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ.